ഓക്കെ, പ്രഭാകരൻ സാർ, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു ഡിസ്കഷന് ഭാരതം തയ്യാറാവേണ്ട കാര്യമേ ഇല്ല, ഭാരതത്തിന് ആവശ്യമേ ഇല്ല. പക്ഷേ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി പാകിസ്ഥാൻ ചിന്തിക്കുമോ? അതായത് രണ്ട് ഉപാധികളാണല്ലോ മുന്നോട്ട് വെച്ചത്: ഭീകരവാദം അവസാനിപ്പിക്കുക, പാക് ഭീകരവാദികളെ ഭാരതത്തിന് കൈമാറുക, അതുപോലെ POK വിട്ടുകൊടുക്കുക. ഈ രണ്ട് ഉപാധികളാണല്ലോ പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഫർദർ ഡിസ്കഷനുള്ളൂ. പാകിസ്ഥാൻ ഭാരതം മുന്നോട്ട് വെച്ച ഉപാധികൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്ന് കരുതുന്നുണ്ടോ? ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ലോകത്തോട് ടാൻജൻഷ്യലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഇനി വല്ല ഡിസ്കഷനും വേണമെങ്കിൽ അത് ഈ രണ്ട് വിഷയത്തിൽ മാത്രമേ ആയിരിക്കുകയുള്ളൂ. ഒന്ന്, പാകിസ്ഥാൻ എന്നേക്കുമായി ഭീകരവാദം ഉപയോഗിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചില അനുബന്ധങ്ങളും ഉണ്ട്. അതായത് ഇപ്പോഴുള്ള ടെററിസ്റ്റുകളെ വിട്ടുകൊടുക്കുക എന്നൊക്കെയുള്ള, അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, പാകിസ്ഥാന്റെ അധീനതയുള്ള കാശ്മീർ എങ്ങനെയാണ് എപ്പോഴാണ് വിട്ടുകൊടുക്കുക അതിനെപ്പറ്റിയുള്ള ചർച്ച. ഈ രണ്ട് വിഷയങ്ങളെ പറ്റി മാത്രമേ ഇന്ത്യ ചർച്ച ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് വാസ്തവത്തിൽ വേണ്ടത്. വേറെ ഒരു വിഷയവും നമുക്കില്ല അവരുമായിട്ട്, യാതൊരു പ്രശ്നവും നമുക്ക് അവരോടില്ല. നമ്മൾക്ക് വേണമെങ്കിൽ അവരെ വളരെയധികം സഹായിക്കാൻ സാധിക്കും, പലതരത്തിലും സഹായിക്കാൻ സാധിക്കും. പാകിസ്ഥാനും അറിയാം. പക്ഷെ പാകിസ്ഥാനിലെ ചില പ്രത്യേക വ്യക്തികൾ, അതായത് ഏറ്റവും ശക്തരായിട്ടുള്ള ചില പ്രത്യേക വ്യക്തികൾ, അവർ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണ്, അധികം ആളുകളില്ല. പക്ഷെ അവരുടെ കയ്യിലാണ് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് അത് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. സാധാരണ ജനങ്ങൾക്ക് അധികാരമില്ല, ഗവൺമെന്റിനും അധികാരമില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് അന്നും ഇന്നും എത്രയോ വർഷങ്ങളായി. അപ്പോൾ പാകിസ്ഥാൻ മെല്ലെ 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 ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും. 6-ാം തീയതി, നമ്മൾ 7-ാം തീയതിയാണ് പാകിസ്ഥാനെ ആക്രമിച്ചിട്ടുള്ളത്. 6-ാം തീയതി 14ഓളം പാകിസ്ഥാൻ ജവാന്മാര്, ഓഫീസർമാരെ, ആർമി ഓഫീസർമാരെ, ഒരു പ്രത്യേകം പാകിസ്ഥാൻ അകത്തുള്ള ആർമി വധിച്ചിട്ടുണ്ട് തലേന്ന് തന്നെ. അപ്പോൾ പാകിസ്ഥാന്റെ ആർമി പലതരം ഫ്രണ്ടിലാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. താലിബാനുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുടെ ഒന്നും മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റാതെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങേയറ്റത്തെ ധർമ്മ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ഒരേ ഒരു നല്ല സംഗതി അവിടെ നടന്നിട്ടുള്ളൂ. അതാണ് ഒരു ജനറലും കൂടെ ഫീൽഡ് മാർഷലായി എന്നുള്ള സംഗതി. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഗതിയായിരിക്കാം. പിന്നെ പാകിസ്ഥാനെ ഫീൽഡ് മാർഷൽ ആക്കണമെങ്കിൽ, ഒരു ജനറലിനെ ഫീൽഡ് മാർഷൽ ആക്കണമെങ്കിൽ ആ ജനറലിന് മാത്രമേ കഴിയൂ, പ്രധാനമന്ത്രിക്കൊന്നും കഴിയില്ല. അത് ഞാൻ പറയാം, ഒരു തമാശ രൂപത്തിലാണെങ്കിലും കൂടെ നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഈ രണ്ട് സംഗതികൾ, ഒന്ന് പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കാം എന്നുള്ള തയ്യാറെടുപ്പോടുകൂടെ ഇന്ത്യയിലേക്ക് വരിക. രണ്ടാമത്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, പാകിസ്ഥാന്റെ അധീനതയുള്ള കാശ്മീർ എങ്ങനെയാണ്, എപ്പോഴാണ് തിരിച്ചു കൊടുക്കാനുള്ള ശ്രമം എങ്ങനെ തുടങ്ങണം എന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിക്കണം. അത് രണ്ടും തന്നെ ഒരു പക്ഷെ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളായി മാറാം. ഇത് രണ്ടും മാത്രമേ ഇന്ത്യക്ക് ആവശ്യമുള്ളൂ. അത് ഇന്നല്ല, അന്നും ഇത് തന്നെയാണ് അവസ്ഥ. 20,000-ഓളം ഇന്ത്യക്കാരെ ടെററിസ്റ്റുകാർ, ഭീകരവാദികൾ വധിച്ചു എന്ന് 2-3 ദിവസം മുമ്പാണ് നമ്മൾ സെക്യൂരിറ്റി കൗൺസിലിൽ പറഞ്ഞിട്ടുള്ളത്. 20,000-ഓളം ജനങ്ങളെ ഭീകരവാദത്തിൽ കൂടെ തന്നെ നമ്മൾ വധിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകരവാദികൾ വന്ന് നശിപ്പിച്ചിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന ആ സമയത്ത് 20 ലക്ഷം ആളുകളോ അവരുടെ മരണത്തിന് അത് കാരണമാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലും പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്കൊരു ദുശകുനമായിട്ടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഈ പാകിസ്ഥാനെ സഹായിക്കുവാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് മാത്രമാണ്. നമ്മൾ ഒറ്റക്കാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനും ഒറ്റക്കാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാന്റെ കൂടെയുള്ള രാഷ്ട്രങ്ങൾ പാകിസ്ഥാനെ ഉപയോഗിക്കുകയാണ്. അമേരിക്ക അന്ന് മുതൽ ഇന്ന് വരെ പാകിസ്ഥാനെ ഉപയോഗിച്ചു കൊണ്ടിരുന്നു, ആയുധങ്ങൾ കൊടുത്തു, പാകിസ്ഥാനെ ഒരു ന്യൂക്ലിയർ രാഷ്ട്രമാക്കി മാറ്റി, പലതും ചെയ്തു. പാകിസ്ഥാൻ അറിയാമത്. പക്ഷെ പാകിസ്ഥാനിലെ പലതരത്തിലുള്ള നേതാക്കന്മാരും ഭരണാധികാരികൾക്കും പട്ടാളക്കാർക്കും ഇതുപോലുള്ള അവസ്ഥ വരാൻ കാരണം പാകിസ്ഥാന്റെ സുഹൃത്തുക്കളാണ്. അവർ വാസ്തവത്തിൽ അവരെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ മാത്രമേ പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ളൂ ഇന്നത്തെ ഇതുവരെയുള്ള തീയതി എടുത്ത് നോക്കുകയാണ്.
അത് എനിക്ക് അറിയാവുന്ന ഒരു വിഷയമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ, അത് വളരെ ഒരു പ്രത്യേക തരത്തിലാണ് പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തത്. യുദ്ധത്തിൽ കൂടെ അല്ല, അന്ന് നടന്നിട്ടുള്ള യുദ്ധത്തിൽ പിടിച്ചടക്കിയ സംഗതി അല്ല അത്. ഇന്ത്യയും മനസ്സ് വെച്ചിട്ടാണ് പാകിസ്ഥാൻ അന്നത്തെ കാലത്ത് ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ അനുവദിച്ചു കൊടുത്തത്. എങ്ങനെയാണ് യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ കിട്ടുക? അന്നത്തെ യുദ്ധത്തിൽ പാകിസ്ഥാൻ ആർമിയുടെയും ഇന്ത്യൻ ആർമിയുടെയും തലപ്പത്തിരിക്കുന്നത് ഒരേ ഒരു ഓഫീസറാണ്. ഒരേ ഒരു ഓഫീസർ, ഒരു ഓഫീസറുടെ കീഴിലുള്ള 2 ശാഖകളാണത്. ആ ഓഫീസർ ബ്രിട്ടീഷുകാരനാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു കമാൻഡിന്റെ കീഴിലുള്ള 2 സബ്സ്റ്റിറ്റ്യൂട്ട് കമാൻഡ് യുദ്ധം ചെയ്യുക? അതൊരു യുദ്ധമായിട്ട് കാണാൻ പറ്റില്ല നമുക്ക്. അവർ പിടിച്ചടക്കിയിട്ടില്ല, അവരുടെ കയ്യിലാണ്, അത് അങ്ങ് കൊടുത്തു. അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. അത് പറയുന്നതിൽ വലിയ വിഷമിക്കാറൊന്നുമില്ല, അതാണ് തെളിയിക്കാൻ പറ്റിയതൊക്കെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് POKയുടെ ഒരു മോഡലാണ്. മാത്തമാറ്റിക്കലി നോക്കിയാണെങ്കിൽ 2 ഒരേ തരം മോഡലുകളാണ് മാനേജ്മെന്റിൽ. അതായത് ഇൻഡസ് വാട്ടർ എന്തിനാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്? 1960 നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. POK അവർക്ക് കൊടുത്തത് അവരെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. അന്നത്തെ ഭരണത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അതിനെപ്പറ്റി ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ POK, ഇപ്പൊ ഇൻഡസ് വാട്ടർ നമ്മൾ പിടിച്ചെടുത്തു, അത് നമ്മുടെ വെള്ളമാണ് എന്ന് വെച്ചോളൂ. അതുപോലെ തന്നെ POKയും നമ്മുടെ കയ്യിലേക്ക് വരണം. പക്ഷെ POKക്ക് ചില പ്രത്യേക പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, കാരണം ശരിയായിക്കൊള്ളണമെന്നില്ല. POK കഴിയുന്ന നേരത്തെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് നല്ലൊരു കാര്യമായിരിക്കും. പക്ഷെ അവിടെ എനിക്ക് പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. അത് കുറെ കൂടെ കഴിഞ്ഞാലേ നമുക്ക് ശരിക്കും നേരിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാതെ POK ഇപ്പൊ പിടിച്ചെടുക്കണ്ട എന്നുള്ളതാണോ? അതാണോ താങ്കൾ? നമ്മൾ POK പിടിച്ചെടുക്കുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. POK അവർ നമുക്ക് തിരിച്ചു തരണം. അതിനാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. പിടിച്ചെടുക്കുന്നത് അത് വേറെ പ്രശ്നമാണ്. അതിനുശേഷമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. POKയിലേക്ക് വാസ്തവത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാനെ ചൈന കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതായത് ചൈനീസ് വ്യവസായ റൂട്ടൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മള് കോറിഡോറൊക്കെ ഉണ്ടല്ലോ അവിടെ. അതിനെപ്പറ്റി അത് പിന്നീട് സംസാരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നല്ല പെരുമാറ്റത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അഫ്ഗാനിസ്ഥാനും കൂടെ POKയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഈ റോഡ് വരികയാണെങ്കിൽ, ഈ കോറിഡോർ വരികയാണെങ്കിൽ, അതിൽ അഫ്ഗാനിസ്ഥാനും കൂടെ ഇടപെടുകയാണെങ്കിൽ ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ കോറിഡോറായി മാറും. അത് POKയിലേക്ക് കൂടെ വരും. അപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും. അത് കിട്ടുമോ ഇല്ലയോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു വിഷയമാണ്, നമ്മളെപ്പോലുള്ളവർക്ക് കുറെ കൂടെ ചർച്ചകൾക്ക് അവസരം നൽകുന്ന ഒരു വിഷയമാണെന്ന് മാത്രം എന്ന് ഞാൻ പറയുകയുള്ളൂ. അല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം? POKയിൽ ഒരു ചർച്ച ഓപ്പൺ ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ സമയം ഇതല്ലേ? കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി മാറാൻ ഇത് കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോൾ തന്നെ ഒരു 10% മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് ഞാൻ വെറുതെ ഒരു കണക്കായിട്ട് പറയുകയാണ്. ഒരു 10% നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അത് പറ്റില്ലെങ്കിൽ നമുക്ക് ആക്രമിച്ച് കീഴടക്കേണ്ടി വരും. പക്ഷെ ഈ 10% എന്നുള്ളൊരു -1.1% മാറാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ 1 വർഷം കൂടെ കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, അതായത് അവർക്കും സഹായം കിട്ടുകയാണെങ്കിൽ ചൈനയുടെ കൂടെ പോയിട്ട്, അങ്ങനെയാണ് POK നമുക്ക് കുറച്ചുകൂടെ വിഷമം പിടിക്കും അത് കിട്ടാൻ വേണ്ടി. പാകിസ്ഥാൻ തരാൻ സാധ്യമല്ല. ഇപ്പോൾ വേണമെങ്കിൽ പാകിസ്ഥാൻ അതേപറ്റി ചിന്തിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ അത് തിരിച്ചു തരാൻ ആർക്കെങ്കിലും ധൈര്യം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും മനസ്സിലുണ്ടാകും കൊടുത്തു കളയാം എന്നുള്ളതുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുകയില്ല. ഒരുപാട് ചൈനീസ് എഞ്ചിനീയർമാരെ പാകിസ്ഥാൻ ടെററിസ്റ്റുകൾ അവിടെ വധിച്ചു കഴിഞ്ഞു ഓൾറെഡി. ഈ POKയില് നമ്മുടെ ഈ റൂട്ടിൽ, ഈ കോറിഡോർ ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് ഒരുപാട് ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെ അവർ വധിച്ചിട്ടുണ്ട്, അവിടുത്തെ ടെററിസ്റ്റുകൾ. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. ഇന്ത്യ ചെയ്യേണ്ടി വരും. പക്ഷെ ഇപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാനുമായി ചർച്ച ചെയ്യണമെങ്കിൽ ഈ 2 വിഷയം മാത്രം. അതിൽ ഭീകരവാദം നിർത്താൻ പാകിസ്ഥാനെ കൊണ്ട് സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല സാധിക്കുമെന്ന്. കാരണം അത് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അവിടെ വെച്ചിട്ട് പല രാജ്യങ്ങളും ഉണ്ട് ഈ ഭീകരവാദത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന. എന്തിന് നമ്മൾ വിചാരിക്കാത്ത പല രാജ്യങ്ങളും അത് ഉണ്ടാകും. കാരണം ഒരുപാട് ആർമമെന്റ്സ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണല്ലോ ഇത്. രണ്ടാമത് POK തരാൻ പാകിസ്ഥാൻ ആരാണ് അവിടെ തീരുമാനമെടുക്കാൻ ആർക്കാണ് സാധിക്കുക എന്നെനിക്ക് അറിയില്ല. ഇന്ത്യയുടെ മാതിരി അല്ലല്ലോ അവിടുത്തെ ഫലം.